വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളു വ്ലോഗ്സ്. അപ്പോൾ ഏറ്റുമാനൂർ അമ്പലത്തിലെ ഉത്സവത്തിന് ഏഴരപ്പൊന്നാന ഉണ്ടായിരുന്നു. അത് കാണാൻ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. വൈകിട്ടാണ് പോയത്. അപ്പം വീഡിയോ ലേറ്റായി പോയത് എന്നാന്ന് വെച്ചാൽ മാളുവിന് പനിയായിരുന്നു. എനിക്കും ജലദോഷമാണ്. അതായത് സൗണ്ട് കുറവായിട്ടൊക്കെ തോന്നുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോയ്ക്കാണ് പോകുന്നത്. ഞാനും മളും കേട്ടോ മാച്ചിങ്ങാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കടയിലൊക്കെ കയറിയിട്ടാണ് പോയത്. മാളുവിന് ജ്യൂസും ബിസ്ക്കറ്റൊക്കെ മേടിച്ചായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഏറ്റുമാനൂർ എത്തി. ഈ ശക്കലം കൂടി പോയ അമ്പലത്തിൻ്റെ ആർച്ചിൻ്റെ അവിടെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അവിടെ ഇറങ്ങിയത് എന്നാന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് റൈഡൊക്കെ ഉണ്ട് ഈ പേരൂർ വഴിയിലേക്ക് പോകുന്നിടത്ത്. അപ്പം അവിടെ കയറിയിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു അമ്പലത്തിനകത്തേക്ക്. നല്ല തിരക്കുണ്ടായിരുന്നു വഴിയിലൊക്കെ. പിന്നെ ഞങ്ങളിത് കണ്ടോ, ഈ പോകുന്ന വഴിക്ക് കണ്ടതാണ് ചേന, ചേമ്പ്, കപ്പയൊക്കെ ഇങ്ങനെ വഴിയോരത്ത് വെച്ചേക്കുന്നത്. അത് ഈ ഏഴരപ്പൊന്നാനയുടെ സമയത്ത് കൂടുതലായിട്ട് വിൽക്കാൻ വേണ്ടി ഇവിടെ വിൽക്കുവേ. അപ്പം ഞങ്ങൾ ഈ പോയ റൈഡ് നടക്കുന്നിടത്ത് വലിയ ആളൊന്നും ഇല്ലായിരുന്നു. അമ്പലത്തിനകത്തായിരുന്നു നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ വലുതായിട്ടൊന്നും ആൾക്കാരില്ലായിരുന്നു. ഇതൊക്കെ മാളുവിന് പറ്റിയതായിരുന്നു. പക്ഷെ മാളുവിന് പേടിയായിരുന്നു കയറാനായിട്ട്. അതുകൊണ്ട് മാളുവിനെ കയറ്റിയില്ല. ഇതേ പിന്നെ ഞങ്ങൾ കയറുന്നത് കൊണ്ട് അങ്ങ് കയറിയതാണ്. മാളുവാണെങ്കിൽ ഒരിതും ഇല്ലായിരുന്നു. ചിരിയോ എന്നാൽ പേടിയോ എന്താ ഒന്നുമില്ലായിരുന്നു. ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുമായിരുന്നു. ഇതേ കയറാൻ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങൾക്ക് തന്നെ ചിരി വരുമായിരുന്നു. വെളിയിലുള്ളവരൊക്കെ ഞങ്ങളെ നോക്കുമായിരുന്നു. ഞങ്ങൾ മാത്രം ഇതിനകത്ത്. മാളു പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് പേടിച്ച് കേട്ടോ. ഇരുന്നപ്പോൾ ഒന്നും പേടിച്ചില്ല. പിന്നെ ഇവിടെയൊന്നും വലിയ ആൾക്കാരില്ല. ഇതേ കുറേ കയറ്റാൻ നോക്കി. പക്ഷെ മാളുവിന് വലിയ താല്പര്യമില്ലായിരുന്നു. എന്ന് വെച്ചാൽ പേടിയായിരുന്നു. പിന്നെ പിള്ളേർക്ക് വേണ്ടി ബോട്ടിങ്ങിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അവിടെ ഞങ്ങൾ ആ ഒരു റൈഡേ മാത്രമേ കയറിയുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടക്കുവാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഞങ്ങൾ ഏഴരപ്പൊന്നാന കാണാൻ വന്നേക്കുന്നത്. അപ്പം മാളുവിനെ ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ മേടിച്ചച്ച തന്നായിരുന്നു. അപ്പം മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടാണ് അമ്പലത്തിനകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. എനിക്കുള്ളത് ഞാൻ തന്നെ വെച്ചിട്ട് അമ്മയ്ക്കും ലിറ്റിക്കും മാളുവിനും ഞാൻ വെച്ച് കൊടുത്തു. മാളു ഉണ്ടായിട്ട് ആദ്യമായിട്ട് മാളുവിന് മുല്ലപ്പൂ വെച്ച് കൊടുത്ത്. ഇതിവിടുത്തെ ഓട്ടോ സ്റ്റാൻഡുകാർ അലങ്കരിച്ചേക്കുന്നതാണ്. ഇങ്ങനെ ആനയുടെ നെറ്റിപ്പാട്ടൊക്കെ വെച്ച് ദൈവത്തിന്. പിന്നെ ഇതുണ്ട് ഭയങ്കര തിരക്കാണ് അമ്പലത്തിൽ. പിന്നെ നിറയെ കടകളുണ്ടായിരുന്നു. ഇതുണ്ട് ചെറിയ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളൊക്കെ. കൃഷ്ണൻ്റെയും ഗണപതിയുടെയും കൃഷ്ണനും രാധയും എല്ലാം ഉണ്ടായിരുന്നു. നിറയെ കടകളുണ്ടായിരുന്നു ഇഷ്ടം പോലെ. ഞങ്ങൾ ഓരോന്നും കണ്ടുപോയി തിരിച്ചു വന്നിട്ടാണ് വാങ്ങിച്ചത്. നല്ല തിരക്കായിരുന്നു. പിന്നെ ഇവിടെ ചേട്ടായി ഐസ്ക്രീമിൻ്റെ വണ്ടിയിൽ നിൽക്കുവാണ്. ഉത്സവം തുടങ്ങി 10 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അമ്പലത്തിനകത്തേക്ക് കയറാൻ പോവുകയാണ്. അകത്തോട്ട് കയറിയിട്ട് അകത്തെ കാഴ്ചകൾ കാണിച്ചു തരാം.
ഞങ്ങൾ ഏഴരപ്പൊന്നാന കണ്ട് തൊഴുതിറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ കൃഷ്ണൻ്റെ അവിടെയും തൊഴുതിട്ട് വീണ്ടും ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പം മാളുവിന് വേണ്ടി അച്ഛൻ ബലൂൺ വാങ്ങി. അത് കഴിഞ്ഞ് ഇവിടെ മൈലാഞ്ചി അച്ചിടുന്ന കണ്ടപ്പോഴത്തേന് എനിക്കൊരാഗ്രഹം മൈലാഞ്ചി ഇടാൻ. അങ്ങനെ മൈലാഞ്ചി ഇട്ട് ഇതൊക്കെ ജോക്കർ മാലകളാണ്. 200-ഉം 250 വില പറഞ്ഞത്. പിന്നെ ഇതുണ്ട് കുപ്പി ഭരണികളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ചെടിക്കൊക്കെ ഒരു കുഞ്ഞു ചെടിക്ക് 200 രൂപയൊക്കെയാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് വാങ്ങിയൊന്നുമില്ല. പിന്നെ ഇവിടെ ചേട്ടായി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ചേട്ടായിനെ മാളു കണ്ടതിൻ്റെ ഇതാട്ടോ സന്തോഷം. പിന്നെ ഞങ്ങൾ ഈ റൈഡിൽ കയറാൻ വേണ്ടി പോയി. ദൈവമേ കാത്തോണി. അല്ല എന്തിനല്ലേ പേടിക്കുന്നേ അല്ലേ ചേട്ടായി? ഞാൻ താഴോട്ട് വന്ന് ഇതിപ്പോ എങ്ങോട്ടാ നോക്കണ്ടേന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു റൈഡിൽ കയറുന്നത്. അപ്പം സത്യം പറയാമല്ലോ, അതിൽ കയറിയിട്ട് എനിക്ക് ശരിക്കും പേടിയായിരുന്നു. ആദ്യം ഞാൻ ഓർത്ത പേടിയൊന്നും കാണത്തില്ലെന്നാണ്, പക്ഷെ നല്ല പേടിച്ചായിരുന്നത്. അതിങ്ങനെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ശരിക്കും പേടി തോന്നും. പിന്നെ ഞങ്ങൾ അത്തേന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ചേട്ടായി പോക്കറ്റിൽ പേഴ്സ് നോക്കിയപ്പോൾ പേഴ്സില്ല. ആ ഇരിക്കുന്നതിൻ്റെ അടിയിൽ പോയേക്കുമായിരുന്നു. അടുത്ത റൗണ്ട് ആൾക്കാർ അകത്തേൽ കയറി ഇരിക്കുമായിരുന്നു. ഭാഗ്യത്തിന് അത് ഓണാക്കിയില്ല. ഓണാക്കിയിരുന്ന പേഴ്സ് പോയേനെ. കടയിലെ പൈസയായിരുന്നു അതിനകത്ത്. പിന്നെ ആ ബംഗാളി ചേട്ടനോട് പറഞ്ഞപ്പോൾ അയാൾ അത് തുറന്ന് എടുത്ത് തന്നു. പിന്നെ ഞങ്ങൾ നാരങ്ങ വെള്ളമെല്ലാം കുടിച്ചിട്ട് പതുക്കെ ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.